ഉപ്പ് നിരോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉപ്പ് വളരെ അത്യാവശ്യമാണ്. നിരോധിക്കേണ്ട ആവശ്യമില്ല, നിയന്ത്രിച്ചാൽ മതിയാവും. എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് പലർക്കും അറിയില്ല. ഞാൻ എൻ്റെ ഒരു വഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ വീട്ടിലെ അടുക്കള കൈകാര്യം ചെയ്യുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കുക. ഇതങ്ങനെ മെഡിക്കൽ ബുക്കിൽ ഉള്ളതൊന്നുമല്ല. നിങ്ങൾ അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 1-2 കണക്കുകൾ എന്ന് പറഞ്ഞാൽ, ഒരു അഡൽട്ടിന് ഒരു ദിവസം ശരാശരി 2000 മില്ലിഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം സോഡിയം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ലോകത്തുള്ള ഏത് ടൈപ്പ് ഓഫ് ഉപ്പെടുത്തെന്ന് പറഞ്ഞാലും അതിൽ 40% സോഡിയം തന്നെയായിരിക്കും. 2 ഗ്രാം സോഡിയം കിട്ടണമെങ്കിൽ നിങ്ങൾ 5 ഗ്രാം ഉപ്പെടുത്തെങ്കിലേ മതിയാവുള്ളൂ. ഒരു അഡൽട്ടിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 5 ഗ്രാം ഉപ്പാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ നേർ പകുതി എടുത്താൽ മതിയാവും. ഇനി നിങ്ങളുടെ വീട്ടിൽ 2 അഡൽട്ടും 2 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 2 അഡൽട്ടിനും കൂടി 5 10 ഗ്രാം ഉപ്പായി, 2 കുട്ടികൾക്കും കൂടി 2 5 ഗ്രാം ഉപ്പായി, ടോട്ടൽ 15 ഗ്രാം ഉപ്പായി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ ഗ്രാം അളക്കുന്ന ഒരു വെയിങ് സ്കെയിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കുക. തുച്ഛമായ പൈസയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ കണക്കനുസരിച്ച് ഒരു 15 ഗ്രാം ഉപ്പ് എന്നും രാവിലെ നിങ്ങൾ ഒരു കൊച്ചു ഡപ്പിക്കകത്തോ ഒരു കൊച്ചു പാട്ടയ്ക്കകത്തോ മാറ്റി വെക്കുക. അന്നേ ദിവസത്തെ പാചകം മുഴുവൻ ആ 15 ഗ്രാമിൽ നിന്നും മാത്രം എടുക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാവർക്കും ഈക്വലായിട്ട് ഉപ്പ് കിട്ടുകയും ചെയ്യും. ആരുടെയും കൂടിപ്പോവില്ല, ആർക്കും കുറഞ്ഞു പോകില്ല. പക്ഷെ ഇവിടെ ഒരു നിബന്ധനയുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിരിക്കണം. പുറത്തുനിന്ന് അധികപ്പറ്റായിട്ട് ഫുഡ് കൊണ്ടുവരാനും പാടുള്ളതല്ല. ഒരു തരി പഞ്ചസാര കഴിക്കാതെ നമുക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാം. പക്ഷേ ഉപ്പില്ലാണ്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല.